ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. മക്കളെല്ലാം നല്ല സന്തോഷത്തിലാണ് കേട്ടോ. അവർക്ക് യാത്ര പോകാൻ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മക്കളെയും കൊണ്ട് യാത്ര പോവുകയാണ്. ഹൈദരാബാദിലാണേ പോകുന്നത്. ഞങ്ങൾ ഹൈദരാബാദിലുള്ള ഗോൽക്കൊണ്ട കോട്ട കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി വീട്ടിൽ നിന്ന് ഇറങ്ങി. ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഇറങ്ങിയത്. അപ്പോൾ കുറച്ച് ദൂരം തന്നെ പോകാനുണ്ട്. അപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ അതിൻ്റെ ഫ്രണ്ട് കവാടത്തിലെത്തിക്കഴിഞ്ഞു. അപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അതിൻ്റെ ഉള്ളിലോട്ട് കയറി. അപ്പോൾ ഇവിടുന്ന് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് നേരിട്ട് ടിക്കറ്റ് എടുക്കുമ്പോൾ 25 രൂപയാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ സ്കാനർ ഉണ്ട്. ഗൂഗിൾ പേ മാത്രം ഉപയോഗിച്ച് ടിക്കറ്റ് എടുക്കാം. അപ്പോൾ അതിന് 20 രൂപയേ ഉള്ളൂ. രാവിലെ 9 മണി മുതൽ 5 മണി വരെയാണ് ടിക്കറ്റ് കൊടുക്കുന്ന സമയം. അപ്പം ഞങ്ങൾ അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് കയറി. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ചരിത്രം എനിക്കറിയാവുന്ന പോലെ ഞാൻ പറഞ്ഞുതരാം. കാരണം കൂടുതലൊന്നും എനിക്കറിയത്തില്ല. കുത്തബ് ഷാഹി രാജവംശത്തിൻ്റെ തലസ്ഥാനമായിരുന്നു ഗോൽക്കൊണ്ട കോട്ട. 62 വർഷം എടുത്തിട്ടാണ് ഈ കോട്ടയുടെ പണി പൂർത്തിയായിരിക്കുന്നത്. ഈ ഒരു കോട്ടയുടെ ഏറ്റവും മുകളിൽ ഒരു അമ്പലമുണ്ട്. അപ്പം ജഗദമ്മ ടെമ്പിൾ എന്നാണ് അറിയപ്പെടുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് വെച്ചാൽ കൊല്ലൂർ രത്നഗിരിയിൽ നിന്ന് കുഴിച്ചെടുക്കുകയും കാകതീയ രാജവംശത്തിന്റെ കൈവശം ഉണ്ടായിരുന്നതുമായ പിന്നീട് അത് കുത്തബ് ഷാഹി രാജവംശത്തിന്റെ കയ്യിൽ എത്തുകയും ചെയ്ത ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള രത്നമായ കോഹിനൂർ രത്നം ഇവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഈ ഒരു കോട്ടയുടെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ മുകളിൽ നിന്ന് താഴോട്ടാണ് പണിതിട്ടുള്ളത്. സാധാരണ താഴെ നിന്നും മുകളിലോട്ടല്ലേ പണിയുന്നത്. ഇതിന്റെ പല ഭാഗങ്ങളും തകർന്നതായിട്ട് നമുക്ക് കാണാം. അതിനുള്ള കാരണം എന്താന്ന് വെച്ചാൽ 1687 ഔറംഗസീബ് ഈ കോട്ട പിടിച്ചെടുക്കുകയുണ്ടായി. അന്ന് 8 മാസവും 9 ദിവസവും നീണ്ടു നിന്ന യുദ്ധത്തിനൊടുവിലാണ് ഈ ഒരു കോട്ട പിടിച്ചെടുത്തത്. അന്ന് ഔറംഗസീബ് കോഹിനൂർ രത്നം കൊണ്ടുപോവുകയും പിന്നീട് അത് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ അകപ്പെടുകയും ചെയ്തു. അങ്ങനെ പിന്നീട് അവർ അത് ഇംഗ്ലണ്ടിലേക്ക് കടത്തുകയും ചെയ്തു. അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഇവിടെ കുറെ ആളുകൾ കൂടിയതുകൊണ്ട് ഞങ്ങൾ അവിടത്തേക്കൊന്ന് പോയി നോക്കി എന്താ സംഭവം എന്ന് വെച്ചിട്ട്. അപ്പൊ എന്താന്ന് വെച്ചാൽ അവിടെ ഒരു തൂക്കം നോക്കുകയാണ്, പൊക്കി നോക്കുകയാണ്, പൊക്കാൻ പറ്റുമോ, അതിന്റെ വെയിറ്റ് നോക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ എല്ലാവരും വട്ടം കൂടി നിൽക്കുന്നത്. ഞാൻ വിചാരിച്ചു വല്ല വേറെന്തോ സംഭവം നടക്കുകയാണെന്ന്. അപ്പോൾ അത് അത്രേ ഉള്ളൂ കാര്യം. അപ്പം അതൊക്കെ കണ്ട് ഞങ്ങൾ നേരെ ഗ്രൗണ്ടിലേക്ക് പോയി. അപ്പം മക്കൾക്ക് കളിക്കാൻ കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ. അപ്പം കുറച്ച് നടന്ന് ക്ഷീണിച്ചതുകൊണ്ട് അവരെ ഒന്ന് കുറച്ച് നേരം തണലത്തോട്ട് മാറ്റാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് വിട്ടു. അപ്പം അവർക്ക് ഓടി കളിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ആഗ്രഹമാണ്. അപ്പം അവരുടെ നമ്മൾ താഴെ ഇറങ്ങി ഓടി നടക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പം പുൽത്തകിടി ആയതുകൊണ്ട് കാലിനൊന്നും കയറുകയൊന്നുമില്ല. അപ്പം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് കുറേ നേരം കളിക്കുകയൊക്കെ ചെയ്തു. കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ ക്ഷീണമൊക്കെ മാറ്റി അങ്ങനെ ഞങ്ങൾ പിന്നെയും നടക്കാൻ തുടങ്ങി. അപ്പം ഇതിൻ്റെ മുകളിൽ രാത്രിയാകുമ്പോൾ ഇവിടുത്തെ ഒരു ചരിത്രങ്ങളൊക്കെ കാണിക്കുന്ന ലേസർ ഷോയും മറ്റു ഷോകളൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ അതിനൊന്നും നിന്നില്ല കേട്ടോ. ഞങ്ങൾ മുമ്പേ ഇതൊക്കെ കണ്ടതാണ്. ഒരു പ്രാവശ്യം ഞങ്ങൾ ഇതുപോലെ വന്ന് മൊത്തം കണ്ട് ഇറങ്ങി പോയതാണ്. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ അതിനൊന്നും നിന്നില്ല. കാരണം സമയം അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഉച്ചക്കാണല്ലോ പോയത്. പിന്നെ നല്ല വെയിലുള്ള സമയമാണ്. അപ്പം മക്കൾക്കൊക്കെ ഭയങ്കരമായിട്ട് ക്ഷീണം പിടിച്ചു. അപ്പം ഞങ്ങൾ അതിൻ്റെ ഒരു 3/4 ഭാഗത്തോളം കയറിയിട്ട് ഇറങ്ങുക ചെയ്തത്. പണ്ടത്തെ ആളുകളുടെ കഴിവുകൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു കോട്ട നിർമ്മിക്കണമെങ്കിൽ എത്രത്തോളം മനുഷ്യാധ്വാനം വേണ്ടിവരും, എത്ര സാമഗ്രികൾ വേണ്ടിവരും എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊന്നും ഇല്ലാത്ത ഒരു കാലത്ത് എത്ര മനോഹരമായിട്ടാണ് ഉണ്ടാക്കിയതെന്ന് നോക്കൂ. ഇതിൻ്റെ ആ മനോഹാരിത ശരിക്കും അനുഭവിച്ചറിയണമെങ്കിൽ വീഡിയോ കണ്ടാൽ മാത്രം പോരാ കേട്ടോ, നേരിട്ട് തന്നെ വന്ന് ആസ്വദിക്കണം. അപ്പം ഞങ്ങൾ അങ്ങനെ പകുതി കയറി. ആരുഷിന് അവിടെ ഇവിടെയൊക്കെ ആകുമ്പോൾ ക്ഷീണം പിടിച്ചു. അവനെ കുറച്ച് നേരം കല്ലിലൊക്കെ ഇരുത്തി ക്ഷീണമൊക്കെ മാറ്റിയിട്ടാണ് ഞങ്ങൾ കയറി പോകുന്നത്. അപ്പം അരുണും മോളും വന്നില്ല കേട്ടോ, അവർ താഴെ ഇരിക്കുക ചെയ്തത്. അപ്പം അവർക്ക് ഇതുപോലെ ഒരു പ്രാവശ്യം അവനത് 2 പ്രാവശ്യം കണ്ടതാണ്. അപ്പം വീണ്ടും ആദ്യം കയറാൻ കഴിയില്ലെന്ന് ഓർത്ത് അവനെ താഴെ റെസ്റ്റ് എടുത്തു. അപ്പം ഞങ്ങളങ്ങനെ ഒരുപാട് ദൂരം കയറി. എങ്കിലും ഞങ്ങൾ ടോപ്പിലെത്തിയില്ല കേട്ടോ. ഞങ്ങൾ ടോപ്പ് വരെ കയറാൻ ഞങ്ങൾക്ക് 2 പേർക്കും പറ്റാതായി. പിന്നെ പകുതിക്ക് നിന്ന് തിരിച്ചു പോകാമെന്ന് വെച്ച് ഞാൻ കുറച്ച് നേരം മടങ്ങി. പിന്നെയും ഞാൻ വിചാരിച്ചു വേണ്ട, ഒന്നുകൂടി കയറിയേക്കാന്ന്. അപ്പം പിന്നെ ആദ്യം മോനെയും കൂട്ടി കയറി.
അപ്പൊ ഇതിന്റെ അമ്പലത്തിലേക്കുണ്ടല്ലോ കുറെ ഭക്തരിങ്ങനെ പൂവും തളികയും ഒക്കെ വെച്ച് തലയിൽ ഇങ്ങനെ കുംഭകൂടമൊക്കെ വെച്ച് പോകുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതൊക്കെ പിന്നെ ഇത് കാണുന്നത് ആദ്യമായിട്ടാണ്. ഇങ്ങനെ ഭക്തരിങ്ങനെ ഇത് വെച്ച് ഈ പടി കയറിപ്പോയി അവിടെ കൊണ്ടുവെക്കലാണെന്ന് തോന്നുന്നുണ്ട് അമ്പലത്തിന്റെ നടയിൽ. അപ്പം എന്താ ഏകദേശം ഞങ്ങൾ ഇതിന്റെ ടോപ്പിൽ നിന്നാലുണ്ടല്ലോ നമുക്ക് ഹൈദരാബാദ് സിറ്റി മുഴുവൻ കാണാം ഉണ്ടോ. അപ്പൊ അങ്ങനെ ഹൈദരാബാദ് സിറ്റി കാണണമെങ്കിൽ ഇവിടം വരെ പോയാലും മതി കേട്ടോ, മൊത്തം കാണാം. അപ്പൊ അങ്ങനെ എല്ലായിടവും കറങ്ങി ഞങ്ങൾ ഇറങ്ങി. അപ്പൊ ഇതിന്റെ താഴെ എന്ന് പറഞ്ഞാൽ ഈ പുൽത്തകിടി ഉണ്ടല്ലോ, ഗാർഡനിൽ വെച്ചിട്ടാണ് രത്ന വ്യാപാരങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്. ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഡയമണ്ട് മാർക്കറ്റ് ആയിരുന്നു കേട്ടോ ഗോൽക്കൊണ്ട കോട്ട പണ്ട് കാലങ്ങളിൽ. അപ്പം ഇതിലൊക്കെ നല്ല ചെടി തോട്ടങ്ങളും ഉണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.